കാലാവസ്ഥയുടെ തടസ്സങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഇന്ന് രാത്രിയും അത് തുടരും എന്നാണ് പ്രധാനമായും പറയുന്നത്. അത് എത്രത്തോളം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാനുള്ളത്. അത് അവിടെ ഒരു നിർണായകമായ കാര്യം, കാലാവസ്ഥ പലപ്പോഴും ഞാൻ മുൻപും പലവട്ടം പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് വലിയ തോതിൽ മഴ ആഞ്ഞടിക്കുന്നു. ഇതാ വീണ്ടും മഴ തുടങ്ങുകയാണ്. ഈ മഴയ്ക്ക് അപ്പുറത്ത് ഈ മഴയുണ്ടാക്കുന്ന പ്രതിസന്ധി ഇവർക്ക് ഒരു വശത്തുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്നേക്കാൻ കഴിയും എന്ന വിധത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. സതീഷ് കൃഷ്ണ സൈൽ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇന്ന് ഇത് ചില പോയിന്റുകൾ വളരെ സമാന്തരമായി കണ്ട ചില പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിലേക്ക് എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. അതിന് അപ്പുറത്ത് എത്രത്തോളം എന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. അവിടെ കൃത്യമായ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയേക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവർ വച്ചു പുലർത്തുന്നു. ആ പ്രതീക്ഷയുടെ തുടർച്ചയാണിത്. പക്ഷേ നോക്കൂ, വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു ചെളിക്കുളമായി മാറുന്ന അവസ്ഥയാണ്. കാരണം ഒരു ചെറിയ മഴയ്ക്കപ്പുറത്ത് നിന്ന് ആ മലനിരകളിൽ നിന്ന് ഇടതുവശത്തെ മലനിരകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന നീർച്ചാലുകൾ നമ്മൾ നോക്കൂ. ഈ പ്രദേശം ഇപ്പോഴും വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എന്ന് നമ്മളെ ഓരോ നിമിഷവും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ കാര്യത്തിൽ നമുക്ക് വളരെ നിർണായകമായിട്ടുള്ള സമയമാണ്. പക്ഷേ വളരെ അതിതീവ്രമായി ഇന്നലെയും ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് മഴ കനത്ത് പെയ്യുന്നൊരവസ്ഥയായിരുന്നു. 4:30 നേവി കൂടി എത്തുന്നു. നേവിയുടെ ഉദ്യോഗസ്ഥർ വന്ന് നേവിയെ കൂടി പരിശോധിപ്പിച്ചുകൊണ്ട് നേവിക്കും ചില തീരുമാനങ്ങളും ചില പരിശോധനകളും എടുക്കേണ്ടതുണ്ട്. നാവികസേനയും ചില പോയിന്റുകൾ കണ്ടുവച്ചിട്ടുണ്ട്. അതെന്തെന്ന് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല എന്ന് മാത്രം. മഴ എത്രത്തോളം തിരച്ചിലിന് തിരിച്ചടിയാകുന്നുണ്ട്. കാരണം സമാന്തരമായിട്ട് ഈ മണ്ണെടുപ്പ് ഈ യന്ത്ര സാമഗ്രി ഉപയോഗിച്ച് നടത്തുമ്പോഴും അവിടെ NDRFന്റെയും നേവിയുടെയും ഒക്കെ തന്നെ ടീം കൂടി നദിയിലൊക്കെ തിരച്ചിൽ നടക്കുന്നുണ്ടല്ലോ ഈ അനുബന്ധമായി തന്നെ. അതിനൊക്കെ എത്രത്തോളം വെല്ലുവിളിയാണ്. കാരണം മലമടക്കുകളിൽ നിന്നും വരുന്ന ഈ ഉറവകളൊക്കെ തന്നെ ഈ നദിയിലേക്ക് വന്ന് പതിക്കുകയാണ്. പിന്നീട് മണ്ണ് കൂടി ഇളകി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ വരുന്ന ആ ഒരു വെള്ളം കൂടി എത്തുമ്പോൾ നദിയുടെ ആ ഒരു സ്വഭാവം തന്നെ മാറുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ എത്രത്തോളം രൂക്ഷമാണ് ഈ മഴ ഉയർത്തുന്ന വെല്ലുവിളി? പ്രതീക്ഷ, മഴ ശരിക്കും വെല്ലുവിളി തന്നെയാണ്. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നോക്കൂ, ഒരു ചെറിയ മഴയിൽ പോലും വലിയ നീർച്ചാലുകൾ കടന്നെത്തുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ആ നീർച്ചാലുകളാണ് നമ്മൾ നേരത്തെ കണ്ടു എന്ന് പറയുന്നത്. ആ നീർച്ചാലുകളാണ് ഇപ്പോഴും നോക്കൂ, എത്ര വേഗത്തിലാണ് ആ നീർച്ചാലുകൾ രൂപപ്പെടുന്നത് എന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. കാരണം ഞാൻ അതാണ് തുടക്കം തൊട്ടേ പറയുന്നത്. കാരണം ഈ ഇളകി നിൽക്കുന്ന ഈ മണ്ണ് എത്രത്തോളം അപകടകരമാണ് എന്നത് എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഇന്നത്തെ അന്വേഷണത്തിൽ നിന്ന് ഒരു റിസൾട്ട് ഉണ്ടാവണം. അത് എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട്. അത് നേവി ആണെങ്കിലും ആർമി ആണെങ്കിലും കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനയാണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കുന്നു. വളരെ വേഗം നമുക്ക് ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെളിക്കുളമായി മാറിയെന്ന് പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് പുഴയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമുണ്ട്. ആ ഒറ്റ മഴ കൊണ്ട് മാത്രം വലിയ തോതിൽ കലങ്ങി ഒഴുകി വരുന്ന പുഴയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാവും.